നേച്ചർ. നമ്മൾ പറഞ്ഞു ഫ്ലൂറിൻ മോളിക്യൂള്, ക്ലോറിൻ മോളിക്യൂള്, നൈട്രജൻ മോളിക്യൂള്, ഓക്സിജൻ മോളിക്യൂള്, ഇതൊക്കെ പറഞ്ഞു അല്ലേ. ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഫ്ലൂറിൻ മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് സിംഗിൾ ബോണ്ട് എഫ്, ഓക്സിജൻ ആണെങ്കിൽ O ഡബിൾ ബോണ്ട് O, നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് N ട്രിപ്പിൾ ബോണ്ട് N, ട്രിപ്പിൾ ബോണ്ടാണ് നൈട്രജൻ എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ എങ്ങനെയാണ്? സെയിം മോളിക്യൂളാണ്, ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ് അല്ലേ. ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും സെയിം ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഫിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ എഫിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. എഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ എലമെൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ എഫിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ 10 രൂപ കൊടുത്ത് ഒരു സാധനം മേടിച്ചു, ഷെയർ ഇട്ട് 5 രൂപ ഒരാളുടെ, അടുത്തയാളുടെ 5 രൂപ. അപ്പോൾ എങ്ങനെ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ നടുക്കായിരിക്കും സാധനം ഇരിക്കുന്നത് അല്ലേ. അല്ലാതെ അവന് കൂടുതൽ എടുത്തോട്ടെ ഇവൻ കുറച്ചെടുത്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ലല്ലോ. ഈക്വലായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? കറക്റ്റ് തുല്യമായിട്ട് ഷെയറിങ് നടത്തും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലൂറിൻ്റെ, ഓക്സിജൻ്റെ, നൈട്രജൻ്റെ ഒക്കെ കേസിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെ ന്യൂക്ലിയസിലേക്ക് തുല്യമായിട്ടായിരിക്കും ഇലക്ട്രോൺസിൻ്റെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ കൂടുതൽ ഒരെണ്ണത്തിൻ്റെ കുറവെന്നില്ല, തുല്യ ഡിസ്റ്റൻസിലായിരിക്കും ന്യൂക്ലിയസിലേക്ക് മോളിക്യൂൾസ് അടുത്ത് നിൽക്കുന്നത്. അതേസമയം 2 ടൈപ്പ് മോളിക്യൂൾസ് ആണെങ്കിൽ, 2 ടൈപ്പ് ആറ്റംസ് ആണെങ്കിൽ, ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ആണെന്ന് വെച്ചു. ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ആണെന്ന് വെച്ചു. ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? നമ്മുടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 2.20. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഹൈഡ്രജൻ 2.20. നമ്മുടെ ക്ലോറിൻ്റെ കേസിലാണെങ്കിൽ ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? 3.16. ഇവരുടെ രണ്ടിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതാണ്. HCl എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഏതിൻ്റെ അടുത്തേക്കായിരിക്കും കൂടുതൽ നിൽക്കുന്നത്? നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ 30 രൂപ കൊടുത്ത് എന്ത് മേടിച്ചു? ഒരു ബോക്സ് മേടിച്ചു. ബോക്സ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എത്രയാണ്? 25 രൂപ ഒരാളിട്ടു, അടുത്തയാൾ എത്ര രൂപ ഇട്ടു? 5 രൂപ. അങ്ങനെ ഷെയർ ചെയ്ത് മേടിച്ചു. അപ്പോൾ ഈ ബോക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ആർക്കായിരിക്കും കൂടുതൽ അധികാരം? ഈ 25 രൂപ കൊടുത്ത ആൾക്കായിരിക്കും കൂടുതൽ അതിനോട് എന്താ ചെയ്യുക? കൂടുതൽ അധികാരം കാണിക്കുക അല്ലേ. 5 രൂപയുടെ ഷെയർ ആയിരിക്കും, 25 രൂപയുടെ ഷെയർ ആയിരിക്കും കൂടുതൽ? 25 രൂപയുടെ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? അവൻ ആ ബോക്സ് അവൻ്റെ കൈകളിലാക്കാനേ ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ HClൻ്റെ കേസ്. ഏതിനാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്കായിരിക്കും ഇലക്ട്രോൺസിനെ എന്ത് ചെയ്ത് നിർത്തുന്നത്? അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും കേസിൽ എന്താണ്? ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2.20. ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.16. അപ്പോൾ ഇതിൽ ആർക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? നമ്മുടെ ക്ലോറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്കായിരിക്കും കൂടുതൽ? നമ്മുടെ ക്ലോറിൻ്റെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്കായിരിക്കും കൂടുതൽ. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും നമുക്കറിയാം കൊടുക്കുന്ന ആൾക്ക് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജ് അല്ലേ. മേടിക്കുന്ന ആൾക്ക് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിൽ, പോളാർ കോമ്പൗണ്ട്സിൽ എന്താണ്? HClൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ആ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് കൂടുതൽ അടുത്ത് നിൽക്കും. അപ്പോൾ നമുക്കറിയാം എന്ത്? ഹൈഡ്രജന് ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജും, മേടിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ്. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? ഷെയറിങ്ങാണ് നടക്കുന്നത്. ഫുള്ളായിട്ട് കൊടുക്കുന്നുമില്ല, ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നില്ല? മേടിക്കുന്നില്ല. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അതിൻ്റെ ആ ഇലക്ട്രോൺസിൻ്റെ ഒരു ഭാഗമേ കൊടുക്കുന്നുള്ളൂ അല്ലേ, ഷെയർ ചെയ്യുന്നുള്ളൂ അല്ലേ ഇവർ. അപ്പം അങ്ങനെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? ഇതിന് നമ്മൾ പറയണ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. ഫുൾ പോസിറ്റീവ് ചാർജും ഇല്ല, ഫുൾ നെഗറ്റീവ് ചാർജും ഇല്ല. കാരണം എന്താ? ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഫുള്ളായിട്ട് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ശരിക്കും ഇത് വായിക്കുന്നത് ഡെൽറ്റ പോസിറ്റീവ്, ഡെൽറ്റ നെഗറ്റീവ് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്? ഇങ്ങനെയുള്ള ഈ നേച്ചറുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളാർ കോമ്പൗണ്ട്സ്. പോളാർ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ്? ഈ
പാർഷ്യലായിട്ടുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരു കോമ്പൗണ്ടിൽ കാണിക്കുന്നു ഇലക്ട്രോൺസിൻ്റെ ഷെയറിങ്ങിൽ. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളാർ കോമ്പൗണ്ട്സ്. ഇനി ഇത് മാത്രമല്ല ഒരു പോളാർ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വാട്ടറിൻ്റെ ഒക്കെ ജോമെട്രിക്കൽ ഷേപ്സ് ഉണ്ട്. നിങ്ങൾ ഹയർ സെക്ഷനിൽ പഠിക്കും. ജോമെട്രിക്കൽ ഷേപ്സ് നോക്കിയിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? അതൊരു പോളാർ കോമ്പൗണ്ട് ആണെന്ന് പറയാറുണ്ട്. പിന്നെ നമ്മുടെ HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഇതൊക്കെ എങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ്? പോളാർ കോമ്പൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ പോളാർ കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാർഷ്യലായിട്ടുള്ള ഇലക്ട്രിക് ചാർജ്, ഒരു കോമ്പൗണ്ടിൻ്റെ പാർഷ്യലായിട്ടുള്ള എന്ത് തന്നെ ഇലക്ട്രിക് ചാർജ് വരുന്ന എലമെൻറ്റ്സ്, ഹൈഡ്രജനും ക്ലോറിനും. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അവിടെ പാർഷ്യലായിട്ടുള്ള പോസിറ്റീവ് ചാർജും പാർഷ്യലായിട്ടുള്ള നെഗറ്റീവ് ചാർജസും വരുന്നത്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളാർ കോമ്പൗണ്ട്സ്. എപ്പോഴും പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ നോക്കിയിട്ട് മാത്രമല്ല, ഏതും കൂടി നോക്കിയിട്ടാണ്, ജോമെട്രിക്കൽ ഷേപ്സും കൂടി നോക്കിയിട്ടാണ് നമ്മൾ പോളാർ നേച്ചർ പറയുന്നത്. ഇനി പോളാർ നേച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, അയോണിക് കോമ്പൗണ്ട്സ് പറഞ്ഞു, പോളാർ കോമ്പൗണ്ട്സ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കോവാലൻ കോമ്പൗണ്ട്സ് പറഞ്ഞു. അപ്പം ഇനി എന്തൊക്കെ ഡിഫറൻസ് ആണ് നമ്മുടെ അയോണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ടും തമ്മിലുള്ളത്? എന്ത് ഡിഫറൻസ് ആണ് നമ്മുടെ അയോണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ട്സും തമ്മിലുള്ളത്? അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ കോമ്പൗണ്ട്സിൻ്റെയും പ്രോപ്പർട്ടിക്ക് ഡിഫറൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളൊരു കോമ്പൗണ്ടാണ്? ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയുള്ള കോമ്പൗണ്ടാണ്? അയോണിക് കോമ്പൗണ്ടാണ്. നമ്മുടെ വാക്സ് എങ്ങനെയുള്ള കോമ്പൗണ്ടാണ്? ഒരു കോവാലൻ കോമ്പൗണ്ടാണ് വാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ഓഫ് കോവാലൻ്റ് ആൻഡ് അയണിക് കോമ്പൗണ്ട്സ്. ഫസ്റ്റ്, അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അയോണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എപ്പോഴും സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി കോവാലൻ കോമ്പൗണ്ട് ആണെങ്കിലോ സോളിഡിൽ കാണും, ലിക്വിഡിൽ കാണും, ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഇനി സോളിബിലിറ്റി ഇൻ വാട്ടർ. നമ്മുടെ അയണിക് കോമ്പൗണ്ട്, നമ്മുടെ ഉപ്പ് വെള്ളത്തിലേക്കില്ലേ? അപ്പോൾ സോളിബിലിറ്റി ഇൻ വാട്ടർ, അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എപ്പോഴും സോളിബിൾ ഇൻ വാട്ടർ. അതേസമയം നമ്മുടെ വാക്സ് ഡിസോൾവ് ചെയ്യുമോ വെള്ളത്തിൽ? ഇല്ല. ദെൻ കോവാലൻ കോമ്പൗണ്ട്സ് ആണെങ്കിൽ സോളിബിൾ ഇൻ kerosene, kerosene, CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിസോൾവ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ഇത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷേ എങ്ങനെയുള്ള സ്റ്റേറ്റിലായിരിക്കണം? ഒന്നെങ്കിൽ അക്വ സൊല്യൂഷൻ ആയിരിക്കും. അക്വ സൊല്യൂഷൻ എന്ന് വെച്ചിട്ട് എന്താ? വാട്ടർ ഉള്ളത്. അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്റ്റേറ്റിലായിരിക്കണം? മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉരുകിയ അവസ്ഥയില്ലേ, ഉരുകത്തില്ലേ വസ്തുക്കളൊക്കെ, അങ്ങനെയുള്ള സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? അയോണിക് കോമ്പൗണ്ട്സിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പം കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ്. ആൻഡ് അക്വസ് എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിൻ്റെ. കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സോൾ. ഇനി ഇവിടെ കോവാലൻ കോമ്പൗണ്ട്സിലാണെങ്കിലോ സാധാരണ എന്താണ്? നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദെൻ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി അയോണിക് കോമ്പൗണ്ട്സിലാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ, ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ദെൻ കോവാലൻ കോമ്പൗണ്ട്സിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ. ഇതാണ് ഒരു അയോണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലായിരിക്കും? അയോണിക് കോമ്പൗണ്ട്സ് എപ്പോഴും സോളിഡ് സ്റ്റേറ്റിലും, കോവാലൻ കോമ്പൗണ്ട് ആണെങ്കിൽ സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗേഷ്യസ് സ്റ്റേറ്റിലാകാം.
ഇനി സോലുബിലിറ്റി ഇൻ വാട്ടർ ആണെങ്കിലോ അയോണിക് കോമ്പൗണ്ട്, നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, സോലുബിൾ ഇൻ വാട്ടർ. പക്ഷേ നമ്മുടെ മെഴുക് ഉരുകുമോ, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമോ? ഇല്ല. സോലുബിൾ ഇൻ കെറോസിൻ, CCl4, ദാറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് തിങ്സിലേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വ സൊല്യൂഷൻ ആൻഡ് മോൾട്ടൺ സ്റ്റേജ്. അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമുള്ളത്, മോൾട്ടൺ സ്റ്റേജ് ഉരുകുന്ന അവസ്ഥയിൽ. പിന്നെ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, കോവാലൻ കോമ്പൗണ്ട്സിലാണെങ്കിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇവിടെ കോവാലൻ കോമ്പൗണ്ട്സിലാണെങ്കിലോ ലോ ആയിരിക്കും. ഇതാണ് ഒരു അയണിക് കോമ്പൗണ്ടും കോവാലൻ കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ബോണ്ട്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഫോം ചെയ്യുക? അയോണിക് ബോണ്ട്സ് അല്ലേ. അതായത് ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഒരാൾ കംപ്ലീറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്ന? അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോവാലൻ കോമ്പൗണ്ട്. കോവാലൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസിനെ എപ്പോഴും ഷെയർ ചെയ്തിട്ടായിരിക്കും അവിടെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്തായിരുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത്, ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് അതിൻ്റെ ന്യൂക്ലിയസിലേക്ക് അടുപ്പിച്ച് നിർത്തുക, ആ ഒരു കഴിവിനാണ് എന്തെന്ന് പറയുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ഏതാണ്? പോളാർ കോമ്പൗണ്ട്സ്. പോളാർ കോമ്പൗണ്ട്സ് എന്തായിരുന്നു? ഒരു കോമ്പൗണ്ടിൽ പാർഷ്യലായിട്ടുള്ള പോസിറ്റീവും പാർഷ്യലായിട്ടുള്ള നെഗറ്റീവ് ചാർജ്, അതായത് ഡെൽറ്റ പോസിറ്റീവ് ആൻഡ് ഡെൽറ്റ നെഗറ്റീവ് എന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിലൂടെയാണ് അവിടെ എന്തുണ്ടാവുന്നത്? കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് പാർഷ്യൽ പോസിറ്റീവ് ചാർജും പാർഷ്യൽ നെഗറ്റീവ് ചാർജും അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളാർ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്.